വിശുദ്ധമായിരിക്കുന്ന റമളാൻ ഷരീഫിലെ റഹ്മത്തിന്റെ 10 നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ റഹ്മത്തിന്റെ 10 അല്ലാഹുവിനോട് റഹ്മത്തിനെ നാം ചോദിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വിശുദ്ധമായിരിക്കുന്ന റമളാൻ ഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായിരിക്കുന്ന റമളാൻ ഷരീഫിലെ റഹ്മത്തിന്റെ 10 നമ്മോട് വിട പറയാനിരിക്കുകയാണ്. റമളാനിലെ 8 നോമ്പുകൾ നാം അനുഷ്ഠിച്ചു. 9ാമത്തെ നോമ്പിലേക്ക് നാം കടന്നിരിക്കുകയാണ്. നാളത്തെ മഗ്‌രിബോടുകൂടി ശുദ്ധമായിരിക്കുന്ന റമളാനിലെ റഹ്മത്തിന്റെ 10 നമ്മോട് വിട പറഞ്ഞുകൊണ്ട് മഗ്‌ഫിറത്തിന്റെ 10ലേക്ക് നാം കടക്കാനിരിക്കുകയാണ്. റഹ്മത്തിന്റെ 10 ഇനി ബാക്കിയുള്ള ഓരോ ദിനങ്ങളിലും നാം അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്നുള്ള ദിക്റിനെ നാം ധാരാളമായി ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ ആ റഹ്മത്തിനെ നാം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട നിമിഷങ്ങളാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള സമയങ്ങളിൽ അല്ലാഹുവിന്റെ റഹ്മത്തിനെ നാം ചോദിക്കുക. അതോടൊപ്പം തന്നെ നമ്മിലേക്ക് കടന്നു വരുന്നത് അല്ലാഹുവിന്റെ മഗ്‌ഫിറത്തിന്റെ 10 നമുക്ക് അല്ലാഹു കനിഞ്ഞേകി തന്ന മഗ്‌ഫിറത്തിന്റെ 10ലേക്കാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. ആ മഗ്‌ഫിറത്തിന്റെ 10 നാം ചോദിക്കേണ്ട ദിക്ർ നമുക്കറിയാം. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്റിനെ നാം ധാരാളമായി ചൊല്ലുകയും അല്ലാഹുവിനോട് നാം മഗ്‌ഫിറത്തിനെ ചോദിച്ചു വാങ്ങുകയും ചെയ്യണം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കള്ളു കുടിച്ചുകൊണ്ട് എന്നും വീട്ടിലേക്ക് വന്നുകൊണ്ട് ഭാര്യയുമായി ശണ്ട കൂടുകയാണ്, ഭാര്യയുമായി വക്രാണത്തിലാണ്. ഇത് നിത്യേന തുടർന്ന സമയത്ത് ആ വീട്ടിലേക്ക് കുടുംബക്കാരോ അയൽവാസികളോ മറ്റു ബന്ധുമിത്രാദികളോ ആരും ശ്രദ്ധിക്കാതെയായി. അങ്ങനെ ഒരു ദിവസം ആ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ മയ്യത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാര്യ വിഷണ്ണയായി സങ്കടത്തിലായിരിക്കുന്ന സമയത്താണ് ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു സൂഫി വര്യൻ ഈ മനുഷ്യന്റെ വീട് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഒരു മനുഷ്യൻ ഈ ദിവസം മരണപ്പെട്ടിട്ടുണ്ട്, ആ മനുഷ്യന്റെ വീട് എവിടെയാണ് എന്ന് ഈ സൂഫി വര്യൻ അന്വേഷിച്ചു വരുമ്പോ നാട്ടുകാര് പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മാത്രം ഒരു നല്ല മനുഷ്യനല്ല നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി, നിത്യവും മദ്യപിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നവനാണ്, ഭാര്യയുമായി വക്രാണത്തിലാണ്, അദ്ദേഹം അത്ര നല്ല മനുഷ്യനല്ല എന്ന് ഈ സൂഫി വര്യനോട് പറയുമ്പോ ഈ സൂഫി വര്യൻ ആ മനുഷ്യന്റെ വീട് അന്വേഷിച്ച് കണ്ടെത്തി അവിടെ ചെന്നുകൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മയ്യത്തെടുത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മയ്യത്തിനെ മറമാടുകയാണ്. ഈ മറമാടിയതിനു ശേഷം നാട്ടുകാര് ഈ പ്രിയപ്പെട്ട ആ നാട്ടുകാർ ആദരിക്കുന്ന സൂഫി വര്യനോട് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടിയത്? ഇദ്ദേഹം ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ എനിക്ക് പ്രത്യേകമായിരിക്കുന്ന ഓർഡർ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം ചെയ്തത്. ഇദ്ദേഹം ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല എന്ന് ഈ സൂഫി വര്യനോട് നാട്ടുകാർ പറയുമ്പോ ഈ സൂഫി വര്യൻ ഈ മരിച്ച വ്യക്തിയുടെ ഭാര്യയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവ് ജീവിതത്തിൽ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ആ പെണ്ണ് പറയുന്നത്,
നിത്യവും എൻ്റെ വീട്ടിലേക്ക് മദ്യപിച്ചു വരുന്ന വ്യക്തിയാണ്, ഞാനുമായി ശണ്ട കൂടുന്ന വ്യക്തിയാണ്. പക്ഷേ സുബ്ഹിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ആ മനുഷ്യൻ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. റബ്ബേ, ഞാൻ നിത്യവും മദ്യപിക്കുന്നവനാണ്, എൻ്റെ ദോഷങ്ങൾ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിത്യവും അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറുണ്ട് എന്ന് ആ സൂഫി വര്യനോട് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ്. മാത്രവുമല്ല, ഇദ്ദേഹം സുബ്ഹി നിസ്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതിന് മുമ്പ് 2 യതീമക്കളെയെങ്കിലും 2 പാവപ്പെട്ടവരെയെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാറുണ്ടായിരുന്നു. ഈ 2 നന്മകളാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പതിവാക്കിയിരുന്നത് എന്ന് ആ മരിച്ച വ്യക്തിയുടെ ഭാര്യ ഈ സൂഫി വര്യനോട് പറയുമ്പോൾ അവിടെ ഈ സൂഫി വര്യൻ പറയുന്നത് കാണാം. ഇദ്ദേഹം അള്ളാഹുവിനോട് തന്റെ ദോഷങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത കാരണത്താലാണ് അല്ലാഹു തആല ഈ മനുഷ്യന്റെ ദോഷങ്ങൾ പുറത്തു കൊടുത്തത് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായിരിക്കുന്ന റഹ്മത്തിന്റെ പത്തില് നാം അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകൾ എന്താണെങ്കിലും ആ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞ് പറഞ്ഞുകൊണ്ട് നാം ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു തആല നമ്മെ ആ തെറ്റിൽ നിന്ന് ആ തെറ്റുകൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. അതുകൊണ്ട് തന്നെ മഗ്ഫിറത്തിന്റെ പത്തില് നാം അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ടായിരിക്കണം മഗ്ഫിറത്തിന്റെ പത്തിനെ നാം യാത്രയാക്കേണ്ടത്. അതിന് അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് മഗ്ഫിറത്തിന്റെ പത്തിലുള്ളതായിരിക്കുന്ന ദിക്ർ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എൻ്റെ ദോഷങ്ങൾ എനിക്ക് നീ പുറത്തു തരണേ എന്നുള്ള പ്രാർത്ഥനയടങ്ങുന്ന ആ ദുആഇനെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ധാരാളമായി ആ ദിക്റിനെ നാം ചൊല്ലുക. നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല, എല്ലാ സമയത്തും ആ ദിക്റിനെ നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിച്ച മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. വിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫില് കോടിക്കണക്കിന് ആളുകളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ആ വിഭാഗത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. വിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫ് പ്രതികൂലമായി സാക്ഷി പറയുന്നവരെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ കാക്കണം റഹ്മാനെ, നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ്. പടച്ച റബ്ബേ, വിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫിലെ ബാക്കിയുള്ള ദിനങ്ങളിൽ ധാരാളം ഇബാദത്ത് ചെയ്ത് ധാരാളം ഖുർആൻ പാരായണം ചെയ്ത് നിന്നിലേക്ക് അടുക്കാനുള്ള ഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.